വിജയിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുക മാത്രമല്ല, അതിനായി പ്രവർത്തിക്കുകയും വേണം. തൻ്റെ കയ്യിലുള്ള ഒരു കലയെ ഉപയോഗപ്പെടുത്തി അതിൽ വിജയിച്ച ഒരു മിടുക്കിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, റുക്സാന സുധീർ. നമസ്കാരം റുക്സാന. നമസ്കാരം ചേച്ചി. റുക്സാന ഒരു MCom ഗ്രാജുവേറ്റ് ആണ്. എങ്ങനെയാണ് ഈ മെഹന്തി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് മാറിയത്? എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് മെഹന്തി ഇടാനായിട്ട്. എപ്പോഴും എന്റെ കയ്യിൽ മെഹന്തി കാണും. ഓൾമോസ്റ്റ് ഫുൾ ടൈം എന്റെ കയ്യിൽ മെഹന്തി കാണും. അപ്പൊ അത് ഫെയ്ഡ് ആവാനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 days കഴിയുമ്പോൾ എനിക്ക് ആ ഡിസൈൻ മടുക്കും. ഫെയ്ഡ് ആവാനായിട്ട് നോക്കി നോക്കി ഇരിക്കുമായിരുന്നു. അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മെഹന്തി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോ പക്ഷെ എന്റെ ക്ലാസ് ടൈം ഒന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, ഫ്രണ്ട്സിനൊന്നും കിട്ടത്തില്ല. വേറെ കൈകൾ പെരുന്നാൾ ടൈമിൽ മാത്രമേ കൈകളൊക്കെ ഇടാൻ കിട്ടുള്ളൂ. എന്റെ കയ്യിൽ മാത്രം ഇടുമായിരുന്നു ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ. അപ്പം MCom ഫസ്റ്റ് ഇയർ 2022-24 ബാച്ച് ആയിരുന്നു. അപ്പം ഫസ്റ്റ് സെമ്മില് എനിക്കൊരു 8 മാസത്തോളം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം യൂണിവേഴ്സിറ്റി ടൈം ടേബിൾ വരാൻ ഒരുപാട് ലേറ്റ് ആയി. ഒരു 5 മാസമൊക്കെ ആയപ്പോഴത്തേക്കും പോർഷൻസ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്റെ കയ്യിൽ എപ്പോഴും ഒരു കോഡ് കാണും. വേറെ ആർക്കും കിട്ടില്ലെങ്കിൽ എന്റെ കയ്യിൽ സ്വന്തമായിട്ടായാലും ഞാൻ ഇടുമായിരുന്നു. അപ്പൊ ഫ്രീ ടൈംസ് ഒക്കെ കിട്ടുമ്പോൾ ഫ്രണ്ട്സിന് ഇടാൻ തുടങ്ങി. അങ്ങനെ 1-2 തവണ ഫ്രണ്ട്സിന് ഇട്ടപ്പം ഞാൻ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഈ മെഹന്തിയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാറില്ല. എന്റെ പേഴ്സണൽ അക്കൗണ്ടില് അങ്ങനെ അവർക്ക് ഇട്ട് കൊടുക്കുമ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു, നമുക്ക് എന്നാ ഒരു പേജ് തുടങ്ങാം, നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ല ഇട്ട ഡിസൈൻസ് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടാം. കുറെ നാൾ കഴിഞ്ഞ് നോക്കുമ്പം എന്റെ ഡിസൈൻസ് എനിക്ക് കാണുമ്പോൾ എന്തോരം ഇംപ്രൂവ് ചെയ്തെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേജ് തുടങ്ങാം, നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ ഒരു മെമ്മറീസും കൂടെ ആകുമല്ലോ ആ ഇട്ട് കൊടുത്ത വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, കോളേജ് ടൈമൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേജ് വെറുതെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ അതിനകത്ത് കുറെ ആദ്യത്തെ ഒക്കെ വീഡിയോസ് നോക്കുമ്പോൾ മനസ്സിലാവും ഫുള്ള് കോളേജില് ക്ലാസ് റൂമില് ബെഞ്ചിലിരുന്നിട്ട് അങ്ങനത്തെ ഒരു വീഡിയോസ് ആയിരുന്നു ആദ്യത്തെ മൊത്തവും എന്റെ പേജിൽ കിടക്കുന്നതാണെങ്കിലും. അങ്ങനെ ഫസ്റ്റ് സെമ്മിൽ തന്നെ ആയിരുന്നു എന്റെ കല്യാണം. സെക്കൻഡ് സെം തേർഡ് സെം ഒക്കെ പ്രഗ്നൻസി ടൈം ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പഠിത്തം, ഈ ഒരു പേജ് ഇതൊരു ബിസിനസ് ആക്കണം, എന്റെ പ്രൊഫഷൻ ആക്കണം ഒട്ടും തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു മൈൻഡിലേ അല്ല ഈ പേജ് തുടങ്ങിയത്. മെഹന്തിയോടുള്ള ഇഷ്ടം കാരണം വെറുതെ തുടങ്ങിയ ഒരു പേജാണ്. അപ്പം പ്രഗ്നൻസി ടൈം, ആ ടൈമിൽ പഠിത്തവും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഷർദിലത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈമാണത്. അപ്പം ആ ഒരു ടൈമില് ഈ ഒരു പേജ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. മെഹന്തി ഇടുന്നത് കുറഞ്ഞു, ഇടാറില്ലായിരുന്നു, ഒന്നിനും പഠിക്കാൻ പോലും ഉള്ള ടൈം കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ അതൊന്നും ചെയ്യാതെ പേജ് ആക്റ്റീവ് അല്ലാണ്ട് പേജിൽ ഫോട്ടോസ് ഇടത്തില്ല, വീഡിയോസ് ഇടത്തില്ല, ഒന്നും ഇടത്തില്ല. ഇങ്ങനെ ഒരു പേജ് ഉണ്ടെന്ന് തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് എല്ലാം ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമുണ്ട്. ഫ്രീ ആയി എക്സാം കഴിഞ്ഞതും ബേബി ഉണ്ടാവുന്നതും എല്ലാം സെയിം ടൈമിലായിരുന്നു. അത് കഴിയുമ്പം എന്തായാലും കൈക്കുഞ്ഞിനെ ഇട്ടിട്ട് ഒരു ജോലി നോക്കാൻ പറ്റത്തില്ല. ജോലിക്ക് പോകണം, കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ പോയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. ആ ടൈമിൽ അത്രയും നാള് കോളേജ് ലൈഫ്, പരിപാടികള്, പഠിത്തം, എക്സാം, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാത്തിനും ഇൻവോൾവ് ആയിട്ട് പെട്ടെന്ന് ഒരിടത്തോട്ട് കുഞ്ഞെന്ന ലോകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമല്ലോ. അപ്പൊ എന്റെ ഹോബി പടം വരാം, മെഹന്തി ഇടല്, ഇതൊക്കെ തന്നെ ആയിരുന്നു. അപ്പം എന്റെ കയ്യിൽ എത്രയൊന്നും പറഞ്ഞിടാനാ, ഇട്ടാൽ തന്നെ അത് ഹോൾഡ് ചെയ്ത് വെക്കാനും ചുമക്കാനുള്ള ടൈമും ഒന്നും പറ്റില്ല കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഞാൻ അക്രിലിക് ഹാൻഡ് മേടിച്ചു, അതിലോട്ട് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ഒക്കെ ഇടുന്നത് ഇഷ്ടം കൊണ്ടിടുന്നത്. അപ്പം എന്തായാലും നമ്മളൊരു പേജ് തുടങ്ങിയ കാര്യം ആ ടൈമിൽ എന്റെ ഓർമ്മയിൽ വന്നു. കുറച്ച് വേറെ ആർട്ടിസ്റ്റുകളുടെ റീല് കണ്ടിട്ട് അവരുടെ ഫോട്ടോസ്, ഈ നമ്മൾ ഇടുമ്പോൾ ഡിസൈൻസ് ഒക്കെ നമ്മൾ നോക്കുമല്ലോ ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ അവരുടെ ഒക്കെ പേജ് എടുത്ത് നോക്കിയപ്പോ എന്നാ എന്റെ പേജ് ഒന്ന് ആക്റ്റീവ് ആക്കാം, ഒന്ന് ആക്റ്റീവ് ആക്കി ഞാൻ ഇടുന്ന ഫോട്ടോസ് ഒക്കെ, ഇടുന്ന ഡിസൈൻസും കാര്യങ്ങളൊക്കെ അതിലോട്ട് പോസ്റ്റ് ചെയ്യാവുന്നുള്ളൊരു ചിന്ത വന്നപ്പോ തൊട്ട് അക്രിലിക് ഹാൻഡില് ഓരോരോ ഡിസൈൻസ്, ഇട്ടിട്ടില്ലാത്ത ഡിസൈൻസ്, അങ്ങനെ കുറെ ഒക്കെ ഇട്ട് അതിലോട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് എന്റെ പേജ് കാണുമ്പോഴേ മനസ്സിലാവും. ആദ്യത്തേതൊക്കെ ഒന്നെങ്കിൽ കോളേജിൽ ഇരുന്നിടുന്നത്, മറ്റേത് അക്രിലിക് ഹാൻഡിൽ ഇടുന്നത്, അതൊക്കെയാണ് എന്റെ ആദ്യത്തെ പോസ്റ്റും വീഡിയോസും എല്ലാം തന്നെ. അത് കഴിഞ്ഞ് ആ ഒരു ടൈമില് സിസ്റ്റേഴ്സ് ഉണ്ട് 2 പേര്. അവര് ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴെല്ലാം അവരുടെ കൈ പിടിച്ചിടും. അത് കുറെ വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുക്കും, അങ്ങനെയുള്ളത് മാറിയും തിരിഞ്ഞും ഒക്കെ ഇട്ടോണ്ട് അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോ എനിക്ക് ഒരു എൻക്വയറി വന്നു, ആർട്ടിസ്റ്റ് അല്ലേ, വർക്ക്സിന്റെ റേറ്റ് എങ്ങനെയാണ്. എനിക്ക് സത്യം പറഞ്ഞ റേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. ഒന്നും ഇതിനെ പറ്റിയിട്ട് വേറൊരു വീട്ടിൽ പോയി ഇട്ടങ്ങനെ കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞ ഇതൊരു പ്രൊഫഷൻ ആക്കണമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ.
അങ്ങനെ രംഗോട് മെഹന്തി ഇടാൻ പോകാനായിട്ടാണ് എന്നെ വിളിച്ചത്. എന്താ റേറ്റ് ഒക്കെ ചോദിക്കുന്നല്ലേ, എന്താ റേറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കുറെ നമ്മുടെ ലൊക്കേഷനിലല്ലാത്ത കുറെ മലപ്പുറം, കണ്ണൂര്, തൃശ്ശൂര് അവിടൊക്കെ ഉള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് റേറ്റിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് എനിക്ക് വന്ന ഫസ്റ്റ് എൻക്വയറിക്ക് അവര് പറഞ്ഞതിനേക്കാൾ ഒരുപാട് റേറ്റ് കുറവിൽ പറഞ്ഞു. കാരണം നമ്മൾ പുതുതായിട്ട് ഒരാൾക്ക് ഒരു ബ്രൈഡിന് ഇട്ട് കൊടുക്കാൻ പോകുവാണല്ലോ, അപ്പം ഒരുപാട് റേറ്റ് കുറവ് പറഞ്ഞു. അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അന്ന് തൊട്ടാണ് എൻ്റെ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. റുക്സാന, നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലടക്കം ഒരുപാട് പേജുകളുണ്ട്, ഒരുപാട് മെഹന്തി ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം ഈ തുടക്കകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു M.Com കഴിഞ്ഞൊരു കുട്ടി അവൾ ജോലിക്കൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ പഠിച്ച ബേസിൽ ഉള്ള ജോലി നോക്കാതെ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആകുന്നു. അപ്പം ഈ കുടുംബത്തിൻ്റെയും അതേപോലെ തന്നെയും സുഹൃത്തുക്കളും അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ ഇത്രയും പഠിച്ചതല്ലേ എന്തിനാണ് മെഹന്തി ആർട്ടിസ്റ്റായി പോകുന്നത്, അങ്ങനെയുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കളിയാക്കാനൊക്കെ ശ്രമിച്ചിരുന്നോ? കളിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ മെഹന്തി വർക്കിന് ഇത്രയും പഠിച്ചിട്ട് പോകുന്നല്ലോ എന്നുള്ളൊരു പുച്ഛം ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ തന്നെ അങ്ങ് മാറും, വല്ലപ്പോഴും കിട്ടുന്ന 1-2 വർക്കിൽ ഇവളങ്ങ് ഒതുങ്ങും, അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഒരു പുച്ഛം, കണ്ട വല്ല വീട്ടിലും പോയി മെഹന്തി ഇട്ട് പൈസ ഉണ്ടാക്കുന്നു, വല്ല വീടുകളും കയറി ഇറക്കുന്നു, അങ്ങനെയുള്ളൊരു മൈൻഡുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇതിന്റെ ഡിമാൻഡോ കാര്യങ്ങളോ, എന്തിനു ഞാൻ ഈ ഇത് തുടങ്ങി എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇതിന്റെ ഡിമാൻഡും കാര്യങ്ങളും ഒക്കെ. ഇതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത്, ഇതിന് എന്തുമാത്രം ഡിമാൻഡ് ഉണ്ടെന്നും. ഇന്ന് ഞാൻ ഇത്രയും പഠിച്ചിട്ട് കൂടി ഇതിൽ മാത്രം ഇൻവോൾവ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് നന്നായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ. അപ്പൊ അവർക്കൊന്നും അതിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇപ്പം പഠിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രഗ്നൻസി ടൈം ആയിരുന്നു. ലാസ്റ്റ് സെം എക്സാം കുഞ്ഞുണ്ടായി കഴിഞ്ഞ് 2 months കഴിഞ്ഞിട്ടായിരുന്നു. ആ എക്സാം ഒന്നും എഴുതണ്ടെന്ന് കരുതിയിരുന്ന ഒരാളാണ്. പക്ഷെ എന്റെ ഫ്രണ്ട്സ് കുറെ പറയുന്നുണ്ടായിരുന്നു, കിട്ടുന്നത് കിട്ടട്ടെ, പോകുന്നത് പോട്ടെ, നിനക്ക് പറ്റുന്നത് എഴുതിയെടുക്കാം. ആ ഒരു സിറ്റുവേഷൻ പഠിക്കാൻ പറ്റുന്നതോ അറിയാലോ. 2 months ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ രാത്രി ഉറക്കമില്ല, പുതിയൊരു ലോകത്തിലോട്ട് ആയതുപോലെ ആയിരുന്നല്ലോ. അപ്പം ആ ടൈമിൽ ഫ്രണ്ട്സ് കുറെ മോട്ടിവേറ്റ് ചെയ്തു, ഹസ്ബൻഡ്, സിസ്റ്റേഴ്സ്, ഏറ്റവും ഉപരി എന്റെ ടീച്ചേഴ്സ് 12 മണിവരെ, രാത്രി 12 മണിവരെ വീഡിയോ കോൾ ചെയ്ത് തന്നെ മറന്നുപോയ പ്രോബ്ലംസ് ഒക്കെ ഒന്നേന്ന് പഠിപ്പിച്ചെടുക്കുമായിരുന്നു. അത്രയും ടൈം എനിക്ക് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ്. ഞാൻ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് PG. അപ്പൊ ആ ടീച്ചേഴ്സിനെ പറ്റിയിട്ട് ഒന്നും പറയില്ല, അത്ര കമ്പനി ആയിട്ട് അവരൊക്കെ അത്രയും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്റെ ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലോട്ട് ഇറങ്ങി അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് വീട്ടുകാരും കണ്ടിട്ടില്ലല്ലോ. വീട്ടുകാർ കാണുകയാണല്ലോ ഈ ബുദ്ധിമുട്ടെല്ലാം. ഞാൻ രാത്രി കുഞ്ഞുണർന്നു കിടക്കുന്നു, അതിന്റെ ഇപ്പുറത്തിരുന്ന് ഞാൻ പഠിക്കുന്നു, എക്സാമിന് രാവിലെ കുഞ്ഞിനെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു, പാലൂട് പോലും മാറാത്ത കുഞ്ഞിനെ. അപ്പം അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇതിലോട്ട് മാറിയപ്പം വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ ഒതുങ്ങി പോകുവോ, ഇവര് വേറെ ജോലി നോക്കത്തില്ലേ, കുറെയൊക്കെ ആദ്യമൊക്കെ ഇവര് പറയുന്നത് കേട്ടിട്ട് ഞാൻ കുറെ ഇന്റർവ്യൂസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവര് റിജക്ട് ആക്കാൻ 3 ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അവര് എന്നെ റിജക്ട് ചെയ്തു. കാരണം പറയുന്നത്, കുഞ്ഞ് ചെറുതല്ലേ, ഇവളുടെ ഈ പ്രായം നമുക്ക് പിന്നെ കിട്ടില്ല. അവള് ചെറുതായിട്ടൊന്ന് എഴഞ്ഞു നടക്കുന്നതും എണ്ണീറ്റ് നടക്കുന്നതും ചിരിയും കളിയും ഈ പ്രായം നിനക്ക് തിരിച്ചു കിട്ടില്ല. നിനക്ക് ജോലി കിട്ടാൻ കുറെ ടൈം ഇനിയുണ്ട്, ചെറുപ്പമാ, എല്ലാത്തിനും നിനക്കിനി സമയമുണ്ട്. പക്ഷെ ഈ കുഞ്ഞിന്റെ പ്രായം നിനക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഒരു സ്പാർക്കായി. അപ്പൊ ഞാൻ ഈ പറയുന്നവരോടൊക്കെ പറയും, ജോലി പിന്നെയും കിട്ടും. എനിക്കിത് എനിക്ക് ഈ കുഞ്ഞെന്ന ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടാതെ കുറച്ച് ആൾക്കാരെ വല്ലപ്പോഴും കാണാം, കുറച്ച് ആൾക്കാരോട് സംസാരിക്കാം, പുതിയ ആൾക്കാരോട് സംസാരിക്കാം. അപ്പൊ കുഞ്ഞിനെ എനിക്ക് നോക്കാം, കുറച്ച് ജോലി എന്നല്ല, ഒരു വരുമാനം പോലെ ഇതും കൊണ്ടുപോകാം. എനിക്കൊരു സംതൃപ്തിയും സന്തോഷവും സമാധാനവും കിട്ടും. അപ്പം കുറച്ച് നാളത്തേക്ക് ഞാൻ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ അവരോട് പറയായിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ ഇങ്ങനെ അവരെ മെയിൻറ്റെയിൻ ചെയ്തു പോയി, ഇങ്ങനെ എതിര് കളിയാക്കലും പുച്ഛിച്ചവരുടെ ഒക്കെ മുന്നിൽ ജോലി എന്തായാലും നോക്കും എന്നുള്ള രീതിയിൽ തന്നെ. ഇപ്പൊ വലിയൊരു ബിസിനസ് ആണ് മുന്നിലുള്ളത്, അതാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം ഇവരുടെയൊക്കെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അന്ന് പോകണ്ട അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ തന്നെയും ഇപ്പോഴത്തെ ഈ റുക്സാനെ കാണുമ്പോഴെന്താണ് പറയുന്നത്?
അവരൊക്കെ ഇപ്പൊ ഇതിന്റെ ഡിമാൻഡുകൾ അറിഞ്ഞു തുടങ്ങി. ഒന്നാമത്തെ കാര്യം, എന്റെ വരുമാനം ഏകദേശം എത്ര ഉണ്ടെന്ന് അവർക്ക് ഇപ്പം കുറച്ചൊക്കെ മനസ്സിലായി. മൊത്തമൊന്നും അറിയില്ലെങ്കിലും കുറെയൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ ഇത്രയൊക്കെ വരുമാനം അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാകും അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഇതിന്റെ ഡിമാൻഡുകൾ അറിയാൻ തുടങ്ങി. അവർക്കും ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പോലെ തന്നെ ഇപ്പം മുന്നിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ മെഹന്തി ആർട്ടിസ്റ്റ് എന്നുള്ളൊരു കാര്യം. ഇതിന് ഇത്രയും ഡിമാൻഡ് ഉണ്ട്, ഇത്രയും വരുമാനമുള്ളൊരു കാര്യമാണ്, ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മെഹന്തി എന്നുള്ളതൊക്കെ അവർ അറിഞ്ഞു തുടങ്ങി. അപ്പം അവരുടെ ഇപ്പോഴത്തെ ചിന്താഗതി, അന്ന് ഒരു മോശം പോലെ കണ്ടിരുന്ന അവരുടെ ഇപ്പോഴത്തെ ചിന്താഗതി, ഇതെങ്ങാനും പഠിച്ചിരുന്നെങ്കിൽ, എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് തുടങ്ങാമായിരുന്നു, അതിന്റെ കുറച്ച് കഴിവ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പലരും. പിന്നെ കുറെ ജോലി ഉള്ളവര് തന്നെ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എന്റെ ശമ്പളത്തിന്റെ ഇവളുടെ ഒരു ഇംഗത്തിന്റെ പകുതിയേ ഉള്ളൂ എന്റെ ശമ്പളം, എനിക്കൊന്ന് ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു ഈ ഒരു ഇതിലൂടെ. റുക്സാന ഒരു അമ്മ കൂടിയാണ്. പല ബിസിനസ്സും ഉള്ളതുപോലെ ഒരു ഷോപ്പിട്ട് അല്ലെങ്കിൽ അവിടേക്ക് കസ്റ്റമേഴ്സ് വരിക, അങ്ങനെ ഒരു രീതിയൊന്നുമല്ല. നമുക്കറിയാം മെഹന്തി ആർട്ടിസ്റ്റ് എങ്ങനെയാണ്, ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ പോകണം, ചില ഡിസൈനൊക്കെ മണിക്കൂറുകൾ എടുക്കും. അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലം, ആളുകൾ അവിടെ എത്തുന്നു, അവിടെ ഇത്രയും മണിക്കൂറുകൾ ചെലവഴിച്ചു മെഹന്തി ഇടുന്നു, പിന്നീടും മടക്കയാത്ര ഒറ്റയ്ക്ക് വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ യാത്രയൊക്കെ? എങ്ങനെയാണ് ഈ യാത്രയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ബ്രൈഡ് ഒരു ഡിസൈൻ തന്നിട്ടുണ്ടാവും. ആദ്യം തന്നെ എനിക്ക് ഇത്ര ലെങ്തിലും മതി, ഇത്ര ടൈപ്പ് ഡിസൈൻസ്, ഈ ടൈപ്പ് ഡിസൈൻസ് ഒക്കെ മതി എന്ന് പറഞ്ഞ് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ പറയും, 1-2 ഗസ്റ്റും കാണുമായിരിക്കും എന്നോട് നേരത്തെ തന്നെ പറയാം. അപ്പൊ അതൊക്കെ കാൽക്കുലേറ്റ്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ച് കോൾസ് കൂടുതൽ കയ്യിൽ വെക്കാറുണ്ട്. എപ്പോഴും ആവശ്യം വരുന്നത്, ചിലപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് വരാന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് കൂടുതൽ എല്ലാ കോൾസ് കയ്യിൽ കരുതാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത്ര ഇടാൻ വിചാരിച്ചവർ ഇത്ര ഇടാറുണ്ട്. 1-2 ഗസ്റ്റ് ഉണ്ടെന്ന് പറയുന്നവര് 8, 10, 12 ഗസ്റ്റ് ആവാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം ടൈമിങ് ഇഷ്യൂ വരും. അങ്ങനെ പിന്നെ ബ്ലോക്ക്, ബസ് കിട്ടാതിരിക്കല്, വണ്ടി കിട്ടാതിരിക്കല്, ഓട്ടോ നോക്കി നിൽക്കല്, അങ്ങനെയൊക്കെ വരുമ്പോ ഒരുപാട് ലേറ്റ് ആയി വരാറുണ്ട് വീട്ടിലോട്ട്. അപ്പം വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ വീട്ടില് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള. അവരെന്നെ എവിടെയും ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു. ഇതിനപ്പുറത്ത് തൊട്ടടുത്ത് കടയിൽ പോകാൻ കൂടി എന്നെ ഒറ്റയ്ക്ക് അവര് വിടാറില്ലായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എന്തോ ഒരു മടിയാണോ പേടിയാണോ എന്തെന്നറിയില്ല, ഒരു മൈൻഡ് ആയിരുന്നു എന്റേത്. ഇത് ആദ്യമൊക്കെ ഹസ്ബൻഡ് കൊണ്ടുപോകുമായിരുന്നു വർക്കിന്. ചങ്ങനാശ്ശേരിയിലാണ് എന്നെ കെട്ടിച്ചത്. എന്റെ വീട് പത്തനംതിട്ടയിലുള്ള വർക്കിന്റെ ടൈം ആകുമ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുപോകും. ആ ടൈമിൽ ഞാൻ വീട്ടിൽ പോയി നിൽക്കും. ചങ്ങനാശ്ശേരിയിലുള്ള കോട്ടയം, ആലപ്പുഴ ഈ ചുറ്റുവട്ടത്തുള്ള വർക്ക് വരുമ്പോൾ ഹസ്ബൻഡും കൊണ്ടുപോകുമായിരുന്നു. പിന്നെ പതിയെ എന്നെ ആള് മോട്ടിവേറ്റ് ചെയ്തു. നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പം അതിനെപ്പറ്റി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റണം. അങ്ങനെ പറഞ്ഞ് കുറേ മോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആള്. മോട്ടിവേറ്റ് ചെയ്ത് തനിയെ ആദ്യമൊക്കെ ബസ് ആളെന്നെ കയറ്റി വിടാൻ പഠിപ്പിച്ചു. ബോർഡ് നോക്കി വായിച്ചു നോക്കി കയറാൻ പഠിപ്പിച്ചു. പിന്നെ തനിയെ പോയി ഓക്കെ ആയി. ഇപ്പൊ ട്രാവലിംഗ് എല്ലാം ഓക്കെ ആയി. പിന്നെ ഒത്തിരി ലേറ്റ് ആവുമ്പോൾ ആളെന്നെ വിളിക്കാൻ പറ്റും. ഒരു മണിക്കൂർ മുന്നേ ഒന്ന് ഇന്ന സ്ഥലത്ത് ആ വർക്ക് കഴിയാൻ താമസിക്കും, ലേറ്റ് ആവും എന്ന് പറഞ്ഞാല് ഒരു മണിക്കൂർ മുന്നേ തന്നെ അവിടെ വരും, കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും. ഈ അവസരത്തിലൊക്കെ തന്നെയും ഇങ്ങനെ വീട്ടിലൊക്കെ തന്നെ ബ്രൈഡ്സിന്റെ വീട്ടിലൊക്കെ ചെന്ന് മെഹന്തി ഒക്കെ ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയൊരു അവസരം ഉണ്ടായിട്ടുണ്ടോ? ഒരു മോശം പെരുമാറ്റമോ അല്ലെങ്കിൽ വേദനിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ പേജ് വർക്കിന് പോയി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1.5 വർഷമാവും. ഈ 1.5 വർഷം കൊണ്ട് ഒരു 100 ബ്രൈഡ്സിൽ കൂടുതലും ഇട്ടിട്ടുണ്ട്, 100 ക്ലയൻസിൽ കൂടുതൽ കിട്ടിയിട്ടുമുണ്ട്. അതിലൊരു 2-3 വീടുകളിൽ പോയപ്പോൾ മോശം അനുഭവം എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു വിഷമം തോന്നുന്ന രീതിയിൽ. നമുക്കറിയാം നമുക്കുള്ള വിദ്യാഭ്യാസം എന്തുവാ, നമ്മുടെ വീട്ടിലെ രീതികൾ എങ്ങനെയാ, നമ്മള് കണ്ടീഷൻസ് എങ്ങനെയാന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അവർക്കറിയില്ല. അവരുടെ ചിലരുടെ പെരുമാറ്റം കാണുമ്പം സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മളങ്ങ് വിദ്യാഭ്യാസവും ഇല്ല, ഒന്നും ഇല്ലാതെ എന്തെങ്കിലും ഒരു മാർഗം തേടി ഇതിന്റെ പുറകെ നടക്കുന്നത് പോലുള്ളൊരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പേജ് തുടങ്ങിയ ടൈമില്
ഓരോരുത്തരും ഓരോ ടൈപ്പ് ആൾക്കാരാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, എവിടെയും അങ്ങനെ ഒറ്റയ്ക്ക് വിടാത്ത വീട്ടുകാരായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പേടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. കൊണ്ടുവിടും, ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുവിടും, ഇത്ര ടൈം എന്ന് പറയുമ്പോൾ വിളിക്കാൻ വരും, അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് ഇന്ന ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്, ഇന്ന സ്വഭാവത്തിലുള്ള ആൾക്കാരുണ്ട്, പല ആൾക്കാരും പല സ്വഭാവമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ രീതികളെ എല്ലാരും നമ്മളെ പോലാണ് എന്നുള്ള ചിന്തയായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ഈ പേജ് തുടങ്ങിയ ടൈമില് വർക്കിന് പോയപ്പോ ഒരു വീട്ടിൽ നിന്ന്, ആ വീട്ടിലെ ബ്രൈഡ് ആയിക്കോട്ടെ, ബ്രൈഡിന്റെ അമ്മ അച്ഛൻ എല്ലാരും ഭയങ്കര കമ്പനി. ചില റിലേറ്റീവ്സ് ഉണ്ടല്ലോ, അതിലൊരു റിലേറ്റീവ് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. നീ ഇങ്ങനെ മെഹന്തി ഇടാൻ നടക്കുന്ന കൊച്ചല്ലേ, നിനക്ക് അങ്ങനെ അറിയില്ലേ, നിനക്ക് ഇങ്ങനെ അറിയില്ലേ, നമുക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ലാണ്ട് അങ്ങനെ പോകുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായി. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. 1.5 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു തുടക്കത്തിൽ നമ്മൾ നേരിടുന്ന പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുന്നതോറും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ. ആ ഒരു ഇൻസിഡന്റ് ഇപ്പോഴും എന്റെ മനസ്സിൽ അതേ പടിയുണ്ട്. പക്ഷെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ഒരു 90% ആൾക്കാരും നമ്മളെ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ടാ പെരുമാറുന്നത്. ഈ ഒരൊക്കെ അവസരത്തിൽ ഇങ്ങനെ മടുപ്പിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഇത് നിർത്തണം, അല്ലെങ്കിൽ എനിക്ക് മടുത്തു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ ജോലിയിൽ മുന്നോട്ട് പോകണമെന്ന് മോട്ടിവേറ്റ് ആയി നിന്നിരുന്നത്? മടുപ്പെന്ന് പറയുന്നത് തോന്നിയിട്ടില്ല. ചിലയിടത്ത് ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടാകുമ്പം ഒരു വിഷമം തോന്നാറുണ്ടല്ലോ. അവരെന്താ എന്നോട് ഇങ്ങനെ പെരുമാറി, അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊന്നും നേരിട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വിഷമമൊക്കെ ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മടുപ്പെന്ന് പറയാൻ എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് സന്തോഷം, സമാധാനം, സാറ്റിസ്ഫാക്ഷൻ എല്ലാം ഈ ഒരു മേഖലയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നമ്മൾ കൂടുതലും ഞാൻ ബ്രൈഡ്സിന് ഇടുന്നത് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരുന്ന എന്റെ മനസ്സിൽ വിചാരിച്ചു വെച്ച ഡിസൈൻസ് ഒക്കെ അവരോട് പറയുമ്പോൾ അവരതിനാണ് ഓക്കെ. അപ്പൊ അത് ഇടുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോന്ന് ഇടുമ്പം, ഓരോ ഡിസൈൻസ് പുതുതായിട്ട് ഇടുമ്പോഴും എല്ലാം. മാത്രമല്ല, ഓരോ ബ്രൈഡ്സ് നമ്മളെ ഒരു ഫ്രണ്ടിനെ പോലെ കാണുന്നു, കൂടപ്പറപ്പിനെ പോലെ മിക്കവരും കാണുന്നു, അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ. അപ്പൊ ഇതിലോട്ട് ഇറങ്ങിയപ്പോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് പരിചയക്കാരെ കിട്ടി, ഒരുപാട് സ്ഥലത്ത് പോകാൻ പറ്റി. നേരത്തെ പത്തനംതിട്ട ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. പേരുകൾ പോലും ശരിക്കും പത്തനംതിട്ട ഫുൾ ആയിട്ടുള്ളിടത്ത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇതിലോട്ട് ഇറങ്ങിയപ്പോ ഒരുപാട് ഏകദേശം ഈ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ഇവിടെ ഉള്ള കുറച്ച് അത്യാവശ്യം സ്ഥലങ്ങളുടെ പേരും എങ്ങനെ ഏത് ബസ് കയറിയാലാണ് അവിടെ എത്താൻ പറ്റുന്നതെന്നൊക്കെ എനിക്കിപ്പോ അറിയാൻ പറ്റി. അങ്ങനെ കുറെ അറിയാത്ത അറിവുകള്, ചെയ്തിട്ടില്ലാത്ത എക്സ്പീരിയൻസുകള്, പേടി, അതൊക്കെ ഈ ഒരു ഫീൽഡിൽ നിന്ന് എനിക്ക് മാറി. അപ്പൊ ഇനി ഇതിലൂടെ എനിക്ക് പഠിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ. ഈ ഒരു ഫീൽഡിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ വിഷമം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. കുറച്ചൊക്കെ വിഷമം, പ്രത്യേകിച്ച് തുടക്കക്കാരാവുമ്പോൾ എന്തായാലും എല്ലാം സ്മൂത്ത് ആയിട്ട് പോകില്ല. കുറെയൊക്കെ വിഷമങ്ങളും സങ്കടവും ഒക്കെ സഹിച്ചേ പറ്റുള്ളൂ. ആ ഒരു രീതിയിലെ ആ ഒരു പെരുമാറ്റവും സങ്കടങ്ങളും കാണുള്ളൂ. അല്ലാതെ ഇത് നിർത്തണോന്ന് ഇന്നേ വരെ മനസ്സിൽ തോന്നിയിട്ടില്ല. വേറൊരു ജോലി നോക്കണോന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്കിപ്പം എന്നെ ഇത് ദൈവം കൊണ്ട് എത്തിച്ചതാണ്. ഈ ഒരു ഇത്രയും വർക്കും കാര്യങ്ങളൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇത്രയും ഒരു മാസം ഒരു വർക്ക് കിട്ടിയാൽ ഒരു വർക്കെങ്കിലും കിട്ടിയാൽ മതി, അങ്ങനെയുള്ള ഒരു ചിന്തയേ ഉള്ളായിരുന്നു. ഇതിപ്പോ ഒരു 5-6 മാസത്തിന് മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു 6 ജൂൺ ജൂലൈ വരെയുള്ള ബുക്കിംഗ് ആയിട്ടുണ്ട്, ദൈവത്തിന്റെ സഹായം കൊണ്ട്. അപ്പോ 6-7 ദിവസമൊക്കെ എന്തായാലും ഒരു സ്ഥാപനത്തിൽ കയറുമ്പോൾ ലീവ് കിട്ടത്തില്ല. കൂടിപ്പോയാൽ സിക്ക് ലീവ് 1-2 വല്ലതും കിട്ടുമായിരിക്കും. അപ്പം വേറൊരു ജോലി നോക്കിയാലും എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യം ഉപേക്ഷിച്ചു. എനിക്ക് വേറൊരു ജോലിയിലോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ ബ്രൈഡ്സ് കൂടുതലും ആൾക്കാർ പല ജോലിയിൽ ഇത്ര ദിവസം ലീവ് എടുത്ത് വരുന്നവരായിരിക്കും. കുറെ പേര് പുറത്തുനിന്ന് ഒരു 10 ദിവസത്തെ ലീവിന് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം നാട്ടിലോട്ട് വരുന്നവരായിരിക്കും. അവരൊക്കെ എല്ലാ കാര്യത്തിലും ടൈമിങ് അറേഞ്ച് ചെയ്ത്, മെഹന്തിക്ക് ഇന്ന ടൈം, ഡ്രസ്സ് എടുക്കാൻ ഇന്ന ടൈം, ഓർണമെന്റ്സ് എടുക്കാൻ ഇത്ര ടൈം, ഈ ദിവസം. അപ്പൊ അവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ന ദിവസം ഇന്നതെന്നും പറഞ്ഞ് നോക്കി വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ ഞാനൊരു ജോലിക്ക് കയറിയാൽ അത് എന്റെ ബ്രൈഡ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വൈകുന്നേരം ഒക്കെ മെഹന്തി ഇടാൻ പോകുന്നത് എനിക്കും കുഞ്ഞിനും ബ്രൈഡ്സിനും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എല്ലാം കൂടി ചിന്തിച്ച് നോക്കിയപ്പോ ഈ മേഖലയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി.
റുക്സന, ഇപ്പോൾ ഈ മെഹന്തി കോൺസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ലേഡി സ്റ്റോറിലൊക്കെ ആയിക്കോട്ടെ 10-15 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ഉപയോഗിക്കുന്ന കോണ് അത് വ്യത്യസ്തമാണ്. ഇപ്പോൾ റുക്സാന അടക്കം ഉപയോഗിക്കുന്നത് അങ്ങനത്തെ കോണുകളൊന്നുമല്ല, പ്രത്യേകം തയ്യാറാക്കുന്ന കോണുകളാണ്. അത് സ്വയം തയ്യാറാക്കുന്നതാണോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? അതേപോലെ തന്നെ ഈ നിറമൊക്കെ വലിയ ഫാക്ടറാണോ ഇതിൽ? എങ്ങനെയാണ് അതൊക്കെ അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാനിതൊരു ബിസിനസ് ആക്കണമെന്നോ ഒന്നും വിചാരിച്ചു തുടങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ ഇങ്ങനെ കോൺ ഉണ്ടാക്കണമെന്നോ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടി ഇല്ലായിരുന്നു. പുറത്തുനിന്ന് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കോൺസ് മേടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിന് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന കോൺസിന്റെ റേറ്റ് ഒന്നുമല്ല. ഒരു ഓർഗാനിക് കോൺസ് ആകുമ്പം പെർ കോണ് 50 റേറ്റ് ആകും. അപ്പം കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വർക്ക് കിട്ടി തുടങ്ങിയില്ല. ആദ്യത്തെ വർക്സിനൊക്കെ പുറത്തുള്ള വേറെ ആർട്ടിസ്റ്റുകളോടൊക്കെ ആയിരുന്നു കോൺസ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആദ്യത്തെ വർക്കിനൊക്കെ ഒരു 3-4-5 മാസം കുഴപ്പമില്ല, അവരുടെ കയ്യിൽ നിന്ന് തന്നെ കോൺസ് മേടിക്കുമായിരുന്നു. പിന്നെ പിന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വർക്ക് കൂടി തുടങ്ങിയല്ലോ. അപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഈ കോൺസിന് വേണ്ടിയിട്ട് എനിക്ക് കളയേണ്ടി വന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ ബിസിനസ് പരമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിന്ന ഹസ്ബൻഡാണ്. അപ്പൊ ആളോട് ഞാൻ എല്ലാ കാര്യങ്ങളെയും പറ്റി പറയുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ് നീ ഒന്ന് കോൺ ഉണ്ടാക്കി നോക്ക്, കുറച്ച് ക്വാണ്ടിറ്റിയിലെ സാധനങ്ങൾ മേടിച്ചിട്ട് നീ ഒന്ന് ഉണ്ടാക്കി വെക്കും. പക്ഷെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല, ഞാൻ ഉണ്ടാക്കത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ചുമന്നില്ലെങ്കിൽ ബ്രൈഡ്സിന്റെ സങ്കടമാകും. മാത്രമല്ല അവർ അത്രയും എമൗണ്ട് തന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അപ്പൊ അതിനൊരു വാല്യൂ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കത്തില്ല കോൺസ് എന്ന് പറഞ്ഞ് ഒരുപാട് തർക്കിച്ചു. അങ്ങനെ എന്നോട് ആള് തന്നെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് വേണ്ടുന്നത്, എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടുന്നത് ആള് കണ്ടുപിടിച്ച് എനിക്ക് ഒരു ദിവസം ഓർഡർ ചെയ്ത് തന്നു. നീ ഇതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്ക്, സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ, അതെങ്ങനെ വാങ്ങണ്ടല്ലോ, നമുക്ക് നമ്മുടേതായിട്ട് ഒരു ഐഡന്റിറ്റി വേണമല്ലോ എല്ലാ കാര്യത്തിലും. അങ്ങനെ ആള് വാങ്ങി തന്ന സാധനം ഉപയോഗിച്ച് നോക്കി ഉണ്ടാക്കി. ഞാൻ യൂട്യൂബിൽ നിന്ന് കുറെ നോക്കി പഠിച്ചു. ആദ്യം എന്തായാലും ഇപ്പം ഉള്ള കോൺസിന്റെ അത്തരം ക്വാളിറ്റി ഒന്നും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടല്ലോ. ആ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കളർ കിട്ടി എനിക്ക്. റോൾ ചെയ്യാനൊന്നും എനിക്ക് അതിന്റെ ഷീറ്റ് റോൾ ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പല ആർട്ടിസ്റ്റുകളോട് ഞാൻ ചോദിച്ചു അതിനെ വേണ്ടിയിട്ട്. പക്ഷെ അവര് നീ തനിയെ പഠിച്ചോളാൻ ഉള്ളൊരു സഹായിക്കത്തില്ല എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമത്തിനിടയായി. ആ ടൈമിന് എനിക്കൊരു വാശിയായി, എനിക്ക് കോൺ ഉണ്ടാക്കണം, ഞാൻ ഇനി ആരുടെയും കയ്യിൽ നിന്ന് കോൺസ് വാങ്ങത്തില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയ കോൺസ് തന്നെ എന്റെ എല്ലാ ബ്രൈഡ്സിനും യൂസ് ചെയ്യും. പിന്നെ അത്യാവശ്യമായിട്ട് എന്റെ കയ്യിൽ ചിലപ്പോൾ കോൺസ് തീരുന്ന ടൈമൊക്കെ വരുമല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാണ്ട് വരും. കാരണം ഡയറി റിലീസിന് രാത്രി വെച്ച് ഒരു 8 to 16 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കത് കോണാക്കാൻ പറ്റുള്ളൂ. കോൺ പേസ്റ്റിലോട്ട് മാറ്റി ഇത് നിറയ്ക്കാൻ പറ്റുള്ളൂ ട്യൂബിലോട്ട്. അന്നേരം ഇപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ ഞാനിപ്പോ കോൺസ് പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ. അങ്ങനെ ആ ഒരു ടൈമിൽ അങ്ങനെ ചെയ്ത് കോൺസ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പഠിച്ചു. ഇപ്പം എനിക്ക് വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് കോൺസ് മേടിക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് എന്റെ കംഫർട്ടിനനുസരിച്ചുള്ള ഷീറ്റിൽ ഉണ്ടാക്കാം, എന്റെ കംഫർട്ടിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസിയിൽ കോൺ ഉണ്ടാക്കാം. അങ്ങനെയാണ് കോണിന്റെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യുന്ന ഒരു രീതിയിൽ എത്തിയത്. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഓർഗാനിക് കോൺസും കടയിൽ നിന്ന് വാങ്ങുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കെമിക്കൽസ് ഉണ്ട് അതിനകത്ത്. കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു കോൺസും നമ്മൾ അത്രയും കോൺഫിഡൻസിൽ ബ്രൈഡ്സിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഈ കോണിൽ നിന്നും ഒരു സൈഡ് എഫക്റ്റും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൈഡ്സിന് നമ്മൾ ഉണ്ടാക്കുന്ന കോൺസ്, ഓർഗാനിക് കോൺസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. വേറെ ഒരു കോൺസ് ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. അതേപോലെ റുക്സാന, ഞാനടക്കം റുക്സാനിലേക്ക് എത്തിയത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. ഇൻസ്റ്റഗ്രാം എന്നുള്ളത് ഒരു വലിയൊരു സാധ്യത തന്നെയാണ്. ഇപ്പോൾ ഒരു മെഹന്തി ആർട്ടിസ്റ്റായി റുക്സാന മാറിയതും റുക്സാനെ ഒരുപാട് സഹായിക്കുന്നതും എല്ലാം ഇൻസ്റ്റഗ്രാമാണ്. അതിൻ്റെ ഒരു ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? കാരണം റുക്സാന തന്നെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് താൻ ഒറ്റയ്ക്കാണ്. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലും അല്ലാണ്ട് ഈ പേജ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ ഞാൻ അത്യാവശ്യം മെഹന്തി ഇടുമെന്നുള്ള കാര്യം. പിന്നെയാണ് ഇൻസ്റ്റാഗ്രാം എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങി, ഈ ഫോട്ടോസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പം അത്യാവശ്യം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാൻ തുടങ്ങി ഞാൻ മെഹന്തി ഇടും. പിന്നെ വർക്കും
കാണുന്നുണ്ടല്ലോ, എന്നെ അറിയാവുന്ന എല്ലാവർക്കും എല്ലാവരും എന്റെ വർക്ക് കാണണമെന്നില്ല. എന്റെ വർക്കും കാണാൻ തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഇടാൻ അറിയാവുന്ന ഒരാളാണെന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോ തൊട്ട് ആ ഒരു നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും എല്ലാവർക്കും അറിയാൻ തുടങ്ങി മെഹന്തി ഇടും എന്നുള്ള കാര്യം. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വർക്ക് കിട്ടല് കുറവാ. ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് കൂടുതൽ. ഒരു 90% വർക്കും ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തിനാ, ചേച്ചി എന്റെ ബ്രൈഡായിരുന്നു. ബ്രൈഡ് ആയത് ഫാത്തിമ എന്ന് പറഞ്ഞ എന്റെ ഒരു ജൂനിയർ കുട്ടിയാണ് ഫാത്തിമ. അവള് ഏകദേശം ഒരു 10-15 വർഷത്തോളം ഞങ്ങള് സെയിം സ്കൂള് കോളേജ് എല്ലാം പഠിച്ച ഒരാളാണ്. എന്റെ ജൂനിയർ ആണ്. പക്ഷെ അവൾക്ക് എനിക്ക് മെഹന്തി ഇടാൻ അറിയാവുന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങി റീൽസ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് അവൾ അറിയുന്നത് ഞാൻ മെഹന്തി ഇടുന്ന ഒരാളാണെന്ന്. അങ്ങനെയാണ് അവൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് അവൾ അറിഞ്ഞത്. അത്രയും വർഷം കണ്ടുപോകും എന്നും കാണുന്ന ഒരാളായിട്ട് കൂടി ഇതിലൂടെയാണ്, സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരാള് ആർട്ടിസ്റ്റ് ആണെന്ന് അറിഞ്ഞത്. ഒരുപാട് സപ്പോർട്ട് അതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്റെ പല ഫ്രണ്ട്സിനും ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് അറിയില്ല. കാരണം നമ്മൾ സ്കൂളിൽ ഇട്ടോണ്ട് പോകുന്നല്ലാണ്ട് ആർക്കും അങ്ങനെ ഇടുന്നില്ല. സ്കൂളിലൊന്നും ഫ്രീ ടൈം കിട്ടാറില്ലല്ലോ. അപ്പം ഇങ്ങനൊരു പേജ് തുടങ്ങിയപ്പോ ഒരുപാട് എന്റെ പഴയ ഫ്രണ്ട്സ്, 10th പഠിച്ചത്, +2 പഠിച്ചത്, ഡിഗ്രിക്ക് പഠിച്ചത്, അവരുടെ എല്ലാം കല്യാണം ആകാറായി, കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമൊക്കെ. അവരോടൊക്കെ ഒന്നുകൂടെ കാണാൻ പറ്റി, ഒന്നുകൂടെ ഇത്രയും വർഷത്തെ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് അല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാം ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അവര് ഇങ്ങനൊരു ഫ്രണ്ട് ഉണ്ട് മെഹന്തിയുടെ അറിയാമെന്നൊന്നും ഓർത്ത് വെക്കില്ല, ഇത്രയും വർഷം കഴിഞ്ഞല്ലേ. പക്ഷെ ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടും ഇതുപോലൊരു പേജ് എനിക്ക് ഉള്ളത് കൊണ്ടുമാണ് അവരെപ്പോഴും എന്റെ വീഡിയോസും ഫോട്ടോസും കാണുന്നത് കൊണ്ടും കൂടെയാണ് അവർക്ക് അവരുടെ ഒരു ബിഗ് ഡേ വന്നപ്പോ മെഹന്തി ഇടണമെന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ എന്നെ അവർ ഓർക്കുന്നത് ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ കുടുംബത്തിൻ്റെ പിന്തുണയെ കുറിച്ചൊക്കെ തന്നെ റൊക്സാന പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ആയിക്കോട്ടെ, അച്ഛൻ്റെ ആയിക്കോട്ടെ, അമ്മയുടെ ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ ഒരു പിന്തുണ. അതേപോലെ ഭാവിയിലെ ഒരു പ്ലാൻസ് എന്താണ്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പം കുഞ്ഞമ്മയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ആള്. പക്ഷെ ഒരു 7 മണി 8 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ആള് കുറച്ച് ഇതാകും, കരച്ചില് ബഹളം, എന്നെ കാണണം എന്നൊക്കെ ഉള്ള ഒരു രീതിയാകും. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ കുഞ്ഞൊന്നൊരു അംഗൻവാടി പോകുന്ന പ്രായം, അല്ലെങ്കിൽ LKG സ്കൂൾ, നമ്മളെ ഒരു പകൽ ടൈമിൽ നമ്മളെ ഒന്ന് വിട്ട് നിൽക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൊക്കാലിറ്റി തന്നെ ഒരു ഷോപ്പ് ഇടണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. ഈ ഒരു ആഗ്രഹം എനിക്ക് കിട്ടിയത് തന്നെ നമ്മുടെ ആലപ്പുഴയിൽ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ കോൺസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ തീർന്നു പോകുന്നത് ഞാൻ ഓർക്കത്തില്ല. അപ്പം പെട്ടെന്ന് കോൺസിന്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് ആലപ്പുഴയിൽ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ പോകും. ആലപ്പുഴയിൽ തന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ തന്നെ ആ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ, ഹെന്ന സ്റ്റുഡിയോ ആയിട്ട്. അവിടെ പോകുമ്പോൾ അവിടെ ആ കുട്ടിയുടെ വാപ്പ എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും. നീ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 6-7 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു 5-6 വർഷമൊക്കെ ആയപ്പോൾ ലക്ഷങ്ങളിലും കൂടുതൽ ആൾക്കാർ അവളെ അറിഞ്ഞു തുടങ്ങിയപ്പോ തൊട്ടാണ് ആള് ഒരു സ്റ്റുഡിയോ പോലെ ആക്കിയത്. അപ്പം നീയും വളരും, നിനക്കും ഒരു ഷോപ്പ് വേണം, നല്ലതാന്ന് പറഞ്ഞ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുക വാപ്പ. ആ വാപ്പ അങ്ങനെ എപ്പോഴും പോകുമ്പോൾ ഈ ഒരു ആഗ്രഹം എന്റെ മനസ്സിലോട്ട് കുത്തി നിറയ്ക്കുക. സ്വന്തം മോളും ഇതേ ഫീൽഡിലാണ്, അപ്പൊ ഒരു ഷോപ്പ് ഇട്ടാൽ എന്തുമാത്രം ഗുണമുണ്ടെന്ന് ആൾക്കറിയാം. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് ഇൻജെക്ട് ചെയ്ത് തരുമോ, നിനക്കൊരു ഷോപ്പ് ഇടണം, നീ നല്ലതായിട്ട് വളരും, ഷോപ്പ് ഇട്ടാൽ നല്ലതാണ്, എല്ലാരും അറിഞ്ഞു തുടങ്ങും ഷോപ്പ്. പിന്നെ ഞാൻ ഒരുപാട് ചിന്തിച്ച് അതിനെ പറ്റിട്ട്. ഷോപ്പ് ഇടുക എന്ന് പറഞ്ഞൊരു ചെറിയൊരു കാര്യമല്ല, സ്വന്തമായിട്ടൊരു ഷോപ്പ്, എല്ലാം അതിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. എന്താ പ്രൊഡക്ട്സ് ഭയങ്കര റേറ്റ് കുറവിൽ ബൾക്കായിട്ട് പ്രൊഡക്ട്സ് കിട്ടുന്നത് എവിടെയാണെന്ന് അറിയണം. പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഡെയിലി ഡീൽ ചെയ്യണം. എനിക്ക് വർക്ക് ഉള്ളപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേ. എപ്പോഴൊക്കെ എന്റെ ഷോപ്പ് തുറക്കും, എപ്പോഴൊക്കെ അടയ്ക്കും, ഇപ്പം തുടങ്ങിയാൽ അറിയാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞൊന്നൊരു ലെവലായി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്ക് എന്റെ അമ്മയാണെങ്കിലും ഫ്രീ ആവും, ഇവിടുത്തെ അമ്മ ഫ്രീ ആവും. പെട്ടെന്നൊന്ന് പോകണമെന്ന് പറഞ്ഞാൽ പോകാൻ ഒരാളുണ്ട്, ഒന്ന് ഡീൽ ചെയ്യാൻ ഒരാൾ വേണം. മാത്രമല്ല നമ്മളൊരു ഷോപ്പ് എന്ന് പറയുമ്പോൾ
ഫിനാൻഷ്യലി നമ്മൾ നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിരിക്കണം ആ ഒരു ടൈം. അപ്പം കുഞ്ഞ് ഇച്ചിരി വലുതാകുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിൽ എത്തുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, ഭയങ്കര കോൺഫിഡൻസും ഉണ്ട്. അപ്പൊ ആ ഒരു ടൈമിലേക്ക് നല്ലൊരു ഷോപ്പ് ഇടണം. മെഹന്തിയുടെ മാത്രമല്ല, നമ്മൾ ഈ ബ്രൈഡ്സ് ഇപ്പൊ നേരിടുന്ന ഈ സ്വർണ്ണവില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ബ്രൈഡ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും റെന്റൽ ഓർണമെന്റ്സിന് ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. വെഡിങ്ങിനായിക്കോട്ടെ, എൻഗേജ്മെന്റിനായിക്കോട്ടെ, അത്യാവശ്യം ഫംഗ്ഷൻസിനായിക്കോട്ടെ, എല്ലാം റെന്റൽ ഓർണമെന്റ്സിനെയാണ് ആശ്രയിക്കുന്നത് കൂടുതലും, ഒരു 90% ആൾക്കാരും. അപ്പൊ നമുക്ക് കൂടുതലും ഓൺലൈൻ വഴിയാണ് റെന്റൽ ഓർണമെന്റ്സ് എല്ലാം വാങ്ങുന്നത് തന്നെ. നമ്മളൊരു ഷോപ്പ് ഇടുവാണെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള അപ്കമിങ് ബ്രൈഡ്സും എല്ലാവരും ഇട്ട് നോക്കി മേടിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി തുടങ്ങണം. ഈ മെഹന്തിയുടെ സ്റ്റുഡിയോയുടെ കൂടെ തന്നെ അവിടെ തന്നെ ഒരു റെന്റൽ ഓർണമെന്റ്സ് ജ്വല്ലറിയുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ എടുത്തു ബ്രൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഫ്യൂച്ചർ പ്ലാനിൽ ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും റുക്സാനയുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ നടക്കട്ടെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, മറ്റ് സ്ത്രീകൾക്കൊക്കെ തന്നെ ഒരു പ്രചോദനമാകട്ടെ. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.